ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു GST ബില്ല് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. ഏതൊരു സ്ഥാപനത്തിലും ഒരു GST ബില്ലെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. അപ്പോൾ ടാലി പ്രൈമിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കൊരു GST ബില്ല് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഗുഡ് ലക്ക്. അപ്പം ഞാൻ ടാലി പ്രൈം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടാലി പ്രൈമിൽ ഒരു GST ബില്ല് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് അടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ടാലി പ്രൈം, നമ്മൾ ടാലി പ്രൈം സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. പിന്നെ കമ്പനി ക്രിയേഷൻ വിത്ത് GST സെറ്റിങ്, നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യണം വിത്ത് GST സെറ്റിങ്ങിലാണ് നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ടാലി ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ കമ്പനി എന്നുള്ളത് കണ്ടില്ലേ, ഇവിടെ കമ്പനി എന്നുള്ളത് എടുക്കുക. ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് എടുക്കുക. കമ്പനിയുടെ പേര് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. GST ഇൻവോയ്സ് എന്നും പറഞ്ഞുള്ള പേരാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. GST ഇൻവോയ്സ് എന്നെടുത്തു. എന്നിട്ട് സ്റ്റേറ്റ് ഇവിടെ കേരള എന്നെടുത്തു. കേരള സെലക്ട് ചെയ്തു. ഇന്ത്യ, അപ്പോൾ ഏതെങ്കിലും ഇന്ത്യ എടുത്തു. ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഈ ഡേറ്റ് ആണ് കൊടുക്കുന്നത്. എഡ്യൂക്കേഷൻ വെർഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഡേറ്റ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എസ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളിത്ര അക്സെപ്റ്റ് ചെയ്തു. പിന്നെയും ചോദിക്കുന്നു, സെറ്റിങ്സ് ചോദിക്കുന്നുണ്ട്. അത് എസ് ആണോ എന്ന് ചോദിക്കുന്നു. നമ്മളിവിടെ എല്ലാം വന്ന് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നു എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് GST, എസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എസ് ആണ് അവിടെ കിടക്കുന്നത്. നമ്മൾ എസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. പിന്നെ ചോദിക്കുന്നു കേരളയാണോ, റെഗുലർ കസ്റ്റമർ ആണോ, ഡേറ്റ് ഇത് തന്നെ ആണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചോദിക്കുന്നു സെറ്റ് ഓൾട്ടർ GST റേറ്റ് ഡീറ്റെയിൽ. ഇപ്പോൾ നമ്മൾ എസ് ആക്കി കൊടുക്കുക. എൻ്റർ അടിച്ചു. അപ്പോൾ ചോദിക്കുന്നു ഇത് ടാക്സബിൾ ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ടാക്സബിൾ എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മളിവിടെ കോൺഫിഗറിൽ പോയിട്ട് നമ്മളിവിടെ GST ഓൾ ടാക്സ് ടൈപ്പ് എന്നുള്ളത് നമ്മളിവിടെ എസ് എന്നാക്കണം. എസ് എന്നാക്കിയിട്ട് ഇവിടെ ടാക്സബിൾ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻ്റഗ്രേറ്റഡ് ടാക്സ് എന്നുള്ളിടത്ത് 18% നമ്മളിവിടെ ടൈപ്പ് അടിച്ച് കൊടുക്കുക. അപ്പോൾ സെൻട്രൽ ടാക്സ് 9% എടുത്തോളൂ. സ്റ്റേറ്റ് എന്നുള്ളത് 9 എടുക്കും. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ എനേബിൾ GST ക്ലാസിഫിക്കേഷൻ എസ് എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ എല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്യുക. നമ്മളെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ GSTയുടെ സെറ്റിംഗ് എല്ലാം നമ്മളിവിടെ വന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? ലെഡ്ജർ ക്രിയേഷനാണ്. സെയില്, ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST, ജോണ്, ഈ 4 പേരുടെയാണ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. സെയിലെന്ന് പറയുന്നത് അണ്ടർ സെയിൽസ് അക്കൗണ്ടിലും, ഔട്ട്പുട്ട് CGST എന്ന് പറഞ്ഞ സെൻറ്റർ ടാക്സ്, ഔട്ട്പുട്ട് CGST എന്ന് പറഞ്ഞ സെയിൽസ് ടാക്സ്, ജോണെന്ന് പറയുന്നത് സൺഡേ ഡെറ്റർ. അപ്പോൾ നമ്മൾ പിന്നെയും ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് പറയുക. ലെഡ്ജർ എടുത്തു. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ സെയിലെന്ന് അടിച്ചു കൊടുത്തു. സെയിലെന്ന് പറയുന്നത് അണ്ടർ സെയിൽസ് അക്കൗണ്ടിലിട്ടു. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽസ് അക്കൗണ്ട്. ബാക്കി എല്ലാം ഇവിടെ നമ്മൾ സ്കിപ്പ് ചെയ്തു. GST ആപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എസ് എന്ന് പറയാം. ഇവിടെ വന്നിട്ട് സെയിൽസ് എന്തെടുക്കണം? സെയിൽസ് ടാക്സബിൾ എന്നുള്ളത് സെലക്ട് ചെയ്യണം. പിന്നെ ഇവിടെ വന്നിട്ട് 18% എന്ന് ടൈപ്പ് അടിച്ചു കൊടുക്കുക. എൻ്റർ അടിച്ചു. ഗുഡ്സ് നമ്മൾ ഗുഡ്സ് ആയതുകൊണ്ട് നമ്മൾ ഗുഡ്സ് സെലക്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് എസ് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഔട്ട്പുട്ട് CGST സെൻട്രൽ ടാക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അണ്ടർ ഏതിലിടണം? ഡ്യൂട്ടി ആൻഡ് ടാക്സിലിടണം. GST എടുത്തു. അത് സെൻട്രൽ ടാക്സ് ആണെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്യുക. എസ് എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്തത് ഔട്ട്പുട്ട് SGST. ഇത് നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ആണ്. അതും ഡ്യൂട്ടി ആൻഡ് ടാക്സിലിട്ടു. നമ്മളിവിടെ GST സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ടാക്സ് സെലക്ട് ചെയ്തു. എന്നിട്ട് ബാക്കിയെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. എസ് എന്ന് പറഞ്ഞു. പിന്നെ ജോണെന്ന് പറയുന്ന ഒരു സൺഡേ ഡെറ്റർ ഉണ്ട്. പാർട്ടിയുടെ പേര് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ജോണെന്ന് പറയുന്നത് സൺഡേ ഡെറ്ററായിട്ട് എടുത്തു. ബാക്കിയെല്ലാം നമ്മൾ എൻ്റർ അടിച്ചിട്ട് എല്ലാം അക്സെപ്റ്റ് ചെയ്യുക. എസ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തു. അപ്പം 4 ലെഡ്ജറാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത്.
അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇപ്പോൾ സെയിൽ അണ്ടർ സെയിൽസ് അക്കൗണ്ട്, ഔട്ട്പുട്ട് CGST ഡ്യൂട്ടി ആൻഡ് ടാക്സിലിട്ടു, ഔട്ട്പുട്ട് SGST നമ്മൾ ഡ്യൂട്ടി ആൻഡ് ടാക്സിലിട്ടു, ജോൺ എന്ന് പറയുന്നത് സൺഡേ ഡെറ്റ് ഇട്ടു. ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റോക്ക് ഐറ്റമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രിൻ്റർ നമ്മൾ 2 ഐറ്റം സെലക്ട് ചെയ്യുക, പ്രിൻ്ററും മോണിറ്ററും. അപ്പം 50 നമ്പേഴ്സ് അത് ഓപ്പണിംഗ് സ്റ്റോക്കിലിടുക. മോണിറ്റർ എന്ന് പറയുന്നത് 50 നമ്പേഴ്സ് ഓപ്പണിംഗ് സ്റ്റോക്കിലിടുക. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ എസ്കേപ്പ് ചെയ്തു, ഇവിടെ വന്നിട്ട് ആ ലെഡ്ജറിൽ പിന്നെയും ക്രിയേറ്റ് പറഞ്ഞ് നമ്മൾ സ്റ്റോക്ക് ഐറ്റം എടുത്തു. ഇവിടെ നമ്മൾ പ്രിൻ്ററൊന്ന് അടിച്ചു കൊടുത്തു. Alt C അടിച്ചിട്ട് നമ്മൾ നമ്പേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ GST ആപ്ലിക്കബിൾ ആണോ, ഈ ഐറ്റത്തിന് ആപ്ലിക്കബിൾ ആണ്. ഇവിടെ നമ്മൾ എസ് എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം വാല്യൂ. ഇവിടെ വന്നിട്ട് ടാക്സബിൾ സെലക്ട് ചെയ്യുക. ഇവിടെ 18%, ബാക്കിയൊക്കെ നമ്മൾ പ്രസ് ചെയ്തു. ഗുഡ്സ് ഇവിടെ വന്ന് 50 ഇത് പറഞ്ഞ് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കിയെല്ലാം എൻ്റർ അടിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഇനി അടുത്ത ഒരെണ്ണം കൂടാണ് മോണിറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എൻ്റർ അടിച്ചു. അതും ഇവിടെ നമ്പേഴ്സ് എടുത്തു. ബാക്കി ഇവിടെ എസ് എന്ന് പറഞ്ഞു. GST ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഇവിടെ വാല്യൂ, ഇവിടെ എന്തെടുക്കണം, ടാക്സബിൾ. ഇവിടെ എന്തെടുക്കണം, 18% എടുത്തു. ബാക്കിയൊക്കെ ഗുഡ്സ് എടുത്തിട്ട് ഇവിടെ നമ്മൾ 50% നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൽ കൊടുത്തു. എസ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ 2 ഐറ്റവും ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്ത നമ്മൾ എന്താ ചെയ്യാനുള്ളത് ഇവിടെ പറയുന്നുണ്ട്. നമ്മളിവിടെ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തു. അടുത്ത ചെയ്യാനുള്ളത് വൗച്ചർ എൻട്രി ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഇതാണ് വൗച്ചർ എന്ന് പറയുന്നത്. നമ്മളിതെടുത്തു. അപ്പോൾ നമ്മളെപ്പോൾ ഏതാ എടുക്കേണ്ടത്, സെയിൽ എന്നുള്ള ഒരു വൗച്ചറാണ് നമ്മൾ എടുക്കേണ്ടത്. സെയിൽ എന്നുള്ളത് എടുത്തു. അപ്പോൾ ചോദിക്കുന്നു പാർട്ടിയുടെ പേര്, ജോൺ എന്നൊരു പാർട്ടിയുടെ പേരാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അത് എടുത്തോളൂ. അപ്പോൾ എടുത്തു. ഇവിടെ വന്നിട്ട് എൻ്റർ അടിച്ചു. ഇപ്പോൾ സെയിൽ എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഐറ്റം നമ്പർ പ്രിൻ്റർ എന്നെടുത്തു. അപ്പം നമ്മൾ 50 ആണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്. അങ്ങനെ 5 നമ്പേഴ്സ് എടുത്തു. 5 നമ്പേഴ്സ് പ്രിൻ്റർ നമ്പർ 2000 റുപ്പി കൊടുത്തു. എൻ്റർ അടിച്ച് സേവ് ചെയ്തു. പിന്നെ മോണിറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. അത് ഒരു 5 നമ്പേഴ്സ് നമുക്ക് സെയിൽ ചെയ്യാം. അതിന് 4000 വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യുന്നു. എൻ്റർ അടിച്ച് ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ വന്ന ഔട്ട്പുട്ട് ഓ എന്നുള്ളതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് CGST എന്നുള്ളത് സെലക്ട് ചെയ്യണം. കണ്ടില്ലേ, ഓ എന്നുള്ളത് നമ്മൾ പ്രസ് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് CGST വന്നു. ഇവിടെ നമ്മൾ ഓ എന്ന് പ്രസ് ചെയ്തു. അപ്പോൾ എന്താണ്, ഔട്ട്പുട്ട് GST വന്നു. കണ്ടോ, ഇവിടെ നമുക്ക് 2 എണ്ണം ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ GSTയുടെ റേറ്റ് അത് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമുക്ക് എല്ലാം നമുക്ക് കിട്ടി. നമുക്ക് ഇവിടെ വന്ന് പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് ഇവിടെ കറണ്ട് എന്നുള്ള എടുക്കുക. എന്നിട്ട് ഇവിടെ പ്രിവ്യൂ കാണുക. എന്നിട്ട് ഇതാണ് നമ്മുടെ ഒരു GSTയുടെ ബില്ലെന്ന് പറയുന്നത്. ഇതാണ്. അപ്പോൾ GST ഇൻവോയ്സ് എന്ന് പറഞ്ഞ് ജോൺ എന്നൊരു പാർട്ടി. പിന്നെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് പ്രിൻ്റർ, മോണിറ്റർ, 5 നമ്പേഴ്സ്. ഇത് നമ്മുടെ എല്ലാം കണക്ക് കൂട്ടിയിട്ട് ഔട്ട്പുട്ട് CGST 2700 ആണ്. ടോട്ടൽ ഇത്രയാണ്. അപ്പോൾ ഇതാണ് 9% വെച്ചിട്ടാണ് അവരെടുത്തത്. സ്റ്റേറ്റ് ടാക്സ് 9%, സെൻട്രൽ ടാക്സ് എന്ന് പറയുന്നതും 9%. ഇങ്ങനെ നമുക്കൊരു GSTയുടെ ബില്ല് നമുക്ക് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ഇവിടെ പ്രിൻ്റ് എന്നൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു GSTയുടെ ബില്ല് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കൊരു GST ബില്ല് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.